തിരുവനന്തപുരം കോർപ്പറേഷന്റെ ശാസ്തമംഗലത്തെ ഹെൽത്ത് ഇൻസ്പെക്ടർ ഓഫീസിൽ കൗൺസിലർ ആർ ശ്രീലേഖ അനുമതി വാങ്ങാതെ അതിക്രമിച്ചു കയറി ചട്ടലംഘനം നടത്തിയെന്ന പരാതി പോലീസ് അന്വേഷിക്കാനായി മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഡിജിപിക്ക് കൈമാറി. അഭിഭാഷകൻ കുളത്തൂർ ജയസിംഗ് നൽകിയ പരാതിയിലാണ് നടപടി. അതിനിടെ ഈ വിഷയത്തിൽ നിയമോപദേശം തേടിയ ശേഷം മാത്രമേ പോലീസ് കേസെടുക്കൂ. കോർപ്പറേഷൻ കെട്ടിടത്തിൽ കൗൺസിലർ അതിക്രമിച്ചു കയറിയെന്ന വാദം നിലനിൽക്കുന്നത് അല്ലെന്ന് ചില പോലീസ് ഉന്നതർക്ക് അഭിപ്രായമുണ്ട്. കോർപ്പറേഷന് അപേക്ഷ നൽകി കൗൺസിൽ അംഗീകരിച്ച് രേഖാപരമായി അനുവാദം നൽകിയാൽ മാത്രമേ ശാസ്തമംഗലത്തെ കോർപ്പറേഷന്റെ ഹെൽത്ത് ഇൻസ്പെക്ടർ കാര്യാലയത്തിലെ കെട്ടിടത്തിൽ ശ്രീലേഖയ്ക്ക് ഓഫീസ് തുറക്കാൻ നിയമപരമായി കഴിയുകയുള്ളൂവെന്നാണ് പരാതിയിൽ പറയുന്നത്. തനിക്ക് ഓഫീസ് റൂം ഉണ്ടെന്ന് അവകാശപ്പെട്ടുകൊണ്ട് അവിടെ എത്തിയത് ചട്ടലംഘനമാണെന്നാണ് പരാതി. ഈ പരാതിയിൽ കേസെടുത്താൽ അത് പല ചർച്ചകളിലേക്കും കാര്യങ്ങൾ എത്തിക്കും. കോർപ്പറേഷൻ ബിൽഡിംഗിന്റെ അവകാശികൾ തിരുവനന്തപുരം കോർപ്പറേഷനാണ്. ഈ സാഹചര്യത്തിൽ അതിക്രമിച്ചു കയറി എന്ന് എങ്ങനെ കുളത്തൂർ ജയസിംഗ് പറയുമെന്ന നിയമപരമായ സംശയവും പോലീസിലുള്ളവർക്കുണ്ട്. വി കെ പ്രശാന്ത് MLAയുമായുള്ള തർക്കത്തിനൊടുവിൽ MLAയുടെ ഓഫീസിന് സമീപത്തുള്ള മുറിയിൽ തന്നെ ഓഫീസ് തുറന്നിരുന്നു BJP കൗൺസിലർ ആർ ശ്രീലേഖ. ഓഫീസ് തുറന്ന കാര്യം സമൂഹ മാധ്യമങ്ങളിലൂടെയാണ് അവർ അറിയിച്ചത്. മുറിയെന്ന് പറയാൻ കഴിയാത്ത ചെറിയ ഒരിടമാണെന്ന് ശ്രീലേഖ പറയുന്നുണ്ട്. ആത്മാർത്ഥതയുള്ള ജനസേവകയ്ക്ക് ഇവിടെയും പ്രവർത്തിക്കാം. ജനസേവനം തുടങ്ങിയ ആദ്യ ദിവസം തന്നെ നിരവധി പേർ കാണാനെത്തി. അവരെ സഹായിച്ചതിൽ തൃപ്തിയുണ്ടെന്നും അത് മതിയെന്നും ശ്രീലേഖ കുറിപ്പിൽ വ്യക്തമാക്കിയിരുന്നു. ഭാരതാംബയുടെ ചിത്രം കസേരയിൽ വെച്ച് വിളക്ക് കൊളുത്തി ഓഫീസിന്റെ പ്രവർത്തനം ആരംഭിക്കുന്നതിന്റെ ചിത്രങ്ങളും ശ്രീലേഖ പങ്കുവച്ചിരുന്നു. കഷ്ടിച്ച് 70-75 സ്ക്വയർ ഫീറ്റ് മാത്രമുള്ള തന്റെ ഇത്തിരി പോന്ന കുഞ്ഞ് ഓഫീസ് മുറിയാണിതെന്നും കെട്ടിടത്തിന് ചുറ്റും ടൺ കണക്കിന് മാലിന്യമാണെന്നും ശ്രീലേഖ പോസ്റ്റിൽ പറയുന്നു. 2 ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് ശ്രീലേഖയുടെ വിമർശനം. ഓഫീസിന് ചുറ്റും കൂട്ടിയിട്ടിരിക്കുന്ന മാലിന്യത്തിന്റെയും വീഡിയോയും അവർ പങ്കുവച്ചിരുന്നു. കോർപ്പറേഷൻ ഭരണം പിടിച്ചതിന് പിന്നാലെ ഓഫീസ് സൗകര്യം വർദ്ധിപ്പിക്കാൻ MLA ഓഫീസ് ഒഴിയണമെന്ന ആവശ്യവുമായി ആർ ശ്രീലേഖ രംഗത്തെത്തിയത് വിവാദമായിരുന്നു. ശ്രീലേഖയുടെ വാർഡായ ശാസ്തമംഗലത്തെ കോർപ്പറേഷൻ കെട്ടിടത്തിലാണ് വി കെ പ്രശാന്തിന്റെ ഓഫീസ് പ്രവർത്തിക്കുന്നത്. തന്റെ ഓഫീസ് സൗകര്യപ്രദമായി പ്രവർത്തിക്കുന്നതിന് പ്രശാന്ത് ഓഫീസ് ഒഴിയണമെന്നായിരുന്നു ശ്രീലേഖ ഫോണിലൂടെ വിളിച്ച് ആവശ്യപ്പെട്ടത്. എന്നാൽ വാടക നൽകിയാണ് കെട്ടിടം പ്രവർത്തിക്കുന്നതെന്നും കെട്ടിടം ഒഴിയാൻ നോട്ടീസ് നൽകേണ്ടത് സെക്രട്ടറിയാണെന്നും പ്രശാന്ത് പറഞ്ഞിരുന്നു. കാലാവധി തീരാതെ ഒഴിയില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. വിവാദം ഉയർന്നതിന് പിന്നാലെ കെട്ടിടത്തിന്റെ 1 വർഷത്തെ വാടക കുടിശ്ശിക MLA അടച്ചു തീർക്കുകയും ചെയ്തു.